വേൾഡ് കപ്പിലെ അതിനിർണായകമായ പോരാട്ടത്തിനിറങ്ങുകയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന. ആഫ്രിക്കൻ കരുത്തരായ കേപ്പ് വെർദെയാണ് അർജന്റീനയുടെ എതിരാളികൾ. ലോക ചാമ്പ്യന്മാർക്ക് കേപ്പ് വെർദെ അനായാസമെന്ന് തോന്നുമെങ്കിലും ഗ്രൂപ്പ് റൗണ്ടിലെ മിന്നും പ്രകടനം ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കേപ്പ് വെർദെയുടെ ഗ്രൂപ്പ് റൗണ്ടിലെ 3 മത്സരങ്ങളിലും ഉജ്ജ്വലമായ പ്രകടനമാണ് അവർ നടത്തിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായ സ്പെയിനിനെതിരെ ഗോൾ രഹിത സമനില, ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വേക്കെതിരെ 2-2 സമനില, സൗദിയെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടുള്ള സമനില. അങ്ങനെ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കേപ്പ് വെർദെയാണ് സ്കലോണിയും അർജന്റീനയും നേരിടേണ്ടി വരിക. ഏത് തന്ത്രം ഉപയോഗിച്ചായിരിക്കും അർജന്റീന പരിശീലകനായ ലയണൽ സ്കലോണി ഇതിനെ നേരിടുക എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. നിലവിൽ സ്പെയിനിനെതിരെ പയറ്റിയ ഡിഫൻസിലൂന്നിയ കളി തന്നെയായിരിക്കും കേപ്പ് വെർദെ പുറത്തെടുക്കുക. കാരണം ഒരു അറ്റാക്കിംഗ് ടീമിനെതിരെ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളിലേക്കായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധിക്കുക. വമ്പന്മാരായ സ്പെയിനിനെതിരെയും അവർ ഇതേ തന്ത്രം തന്നെയായിരുന്നു പയറ്റിയിരുന്നത്. ഒരു സെൻട്രൽ ഫോർവേഡ് താരത്തെ മധ്യനിരയിലും വിന്യസിപ്പിക്കും. പന്ത് ലഭിക്കുമ്പോൾ ക്യൂ കൗണ്ടറിലൂടെ എതിർ പോസ്റ്റുകളെ ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് തന്നെയായിരിക്കും ഈ മത്സരത്തിലും അവരുടെ പ്ലാൻ. എന്നാൽ വമ്പൻ നിരയുമായി ഇറങ്ങുന്ന അർജന്റീനക്ക് അനായാസം കേപ്പ് വെർദെയെ വീഴ്ത്താൻ സാധിക്കുമെന്നാണ് ചിലർ കണക്ക് കൂട്ടുന്നത്. അർജന്റീന ഏറ്റവും ഭയക്കേണ്ടത് അവരുടെ ഗോൾ കീപ്പറായ വോസിഞ്ഞയെ തന്നെയാണ്. സ്പെയിനിനെതിരായുള്ള ആദ്യ മത്സരത്തിൽ അദ്ദേഹം സ്പെയിനിന്റെ 7ഓളം ഷോട്ടുകളാണ് തടഞ്ഞിട്ടത്. 7 സേവുകളുമായി ഉഗ്രപ്രകടനം നടത്തിയ താരത്തെ തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടതും. മിന്നും ഫോമിലുള്ള വോസിഞ്ഞയെ അർജന്റീനക്ക് മറികടക്കാനാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. ഇതിലെല്ലാം ഉപരി മത്സരം 90 മിനിറ്റും പിന്നിട്ട് എക്സ്ട്രാ ടൈമും അവസാനിച്ച് അർജന്റീനക്ക് ഗോളുകൾ നേടാൻ സാധിച്ച മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകും. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീനയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് താങ്കൾക്ക് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റായ എമിലിയാനോ മാർട്ടിനസ് ഉണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ കേപ്പ് വെർദെക്കും വലിയ പ്രതീക്ഷയാണ് വോസിഞ്ഞയിലുള്ളത്. രാജ്യത്തെ രക്ഷിക്കാൻ അദ്ദേഹം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തുനിഞ്ഞിറങ്ങുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആദ്യ പകുതിക്ക് മുന്നേ തന്നെ അർജന്റീന സ്കോർ ചെയ്യുകയാണെങ്കിൽ അർജന്റീനയുടെ പ്രഷർ അത്രയും അർജന്റീനയ്ക്ക് കുറക്കാം. ഏതായാലും കാത്തിരുന്നു തന്നെ കാണണം മത്സരത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.